എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വർഗവാണിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കോളേഴ്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിവിടെ പാടുന്ന പാട്ടുകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമുള്ളതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കോളിലേക്ക് കിടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? വില്യം. ഓക്കെ വില്യം. ഓക്കെ ഓക്കെ വില്യം, എവിടുന്ന വിളിക്കുന്നത്? കുന്നംകുളം അല്ലേ? തൃശ്ശൂർ കുന്നംകുളം. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കാവോ? ക്ലിയർ ആയിട്ട് കേൾക്കാം. ഭാര്യയും മകളും അല്ലേ? ആണല്ലേ? ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ആണല്ലേ? ഓക്കെ. അപ്പം വില്യം അങ്കിള് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഗാനം പാടാമോ? ആ ഓക്കെ. യേശുനാഥൻ മാറ്റം നിന്റെ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്കൊന്ന് കൈ അടിക്കണമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അങ്കിൾ. ആ സംസാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പാട്ടിനകത്തല്ലേ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു നല്ല വോക്കലാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് പാടി. നമ്മൾ ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കൂടി ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. നമുക്ക് കുറച്ചു നേരം വിളിക്കുന്ന ആള് അവർ പാടുമെങ്കിൽ അവരെ കൊണ്ട് 2 പേര് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നല്ല പ്രത്യാശ ഗാനങ്ങൾ പാടുക. ഇതാണ് നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരാശ്വാസം പകരുക. ഞങ്ങൾ അങ്കിളിന് വേണ്ടിട്ടൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. അങ്കിളിന് ഏതെങ്കിലും പാട്ട് അങ്ങനെ പറയാനുണ്ടോ? ഏത് പാട്ടാ? എപ്പോഴും ഞാൻ സന്തോഷിക്കും. ഓക്കെ അങ്കിളെ, ഞങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം അത് പാടുന്നതായിരിക്കും. ഇന്ന് ഞങ്ങൾ അങ്കിളിന് വേണ്ടിയിട്ട് മറ്റൊരു വളരെ പ്രത്യാശ നിറഞ്ഞൊരു ഗാനം പാടും, അങ്കിളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. കോൾ കട്ടായെന്ന് തോന്നുന്നു. നമ്മുടെ വില്യങ്കിൾ വളരെ പ്രത്യാശ നിറഞ്ഞൊരു പാട്ടാണ് പാടിയത്. അദ്ദേഹം ആ സംസാരിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന് ആ പാട്ട് ഫീൽ ചെയ്ത് പാടി. വളരെ മനോഹരമായിരുന്നു, കേട്ടിരിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അങ്കിളിന് വേണ്ടി, അങ്കിൾ പറഞ്ഞ പാട്ട് മറ്റൊരു പാട്ടാണ്, നമുക്ക് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. ഇനി നമുക്കെന്നാ മറ്റൊരു പ്രത്യാശയുടെ ഗാനം പ്രിയ വില്യങ്കിൾ. ഓക്കെ. ജീവിതമരുവിൽ നീ
പ്രത്യാശ നിറഞ്ഞൊരു ഗാനമാണല്ലേ. അതെ അതെ. അതിൻ്റെ ആ വരികൾ ഓരോ നിമിഷം ഏത് ദുഃഖമാണേലും സന്തോഷമാണേലും ഒക്കെ നമ്മളെ അതിൻ്റെ ഓരോ സ്റ്റാൻസുകളും നമ്മൾ പാടി പാടി വരുമ്പോഴും അതെ അതേ ഒരു എഫക്റ്റ് തന്നെ കിട്ടുന്നത്. ഭക്തന്റെ ഏറ്റവും വലിയൊരു പ്രത്യാശയാണ് ഈ ഒരു ഗാനം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു ഗാനം. ഇത് ഏത് നിമിഷം പാടിയാൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യാം. നമുക്കത് ഹൃദയം കൊണ്ട് പാടുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇത്. വില്യം അങ്കിളിനെയും കുടുംബത്തെയും ഒത്തിരി ആശ്വസിപ്പിക്കട്ടെ എന്ന് കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ ഹലോ സ്വരവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? ഇത് കലയപുരം CSA പള്ളിയിൽ നിന്ന് അടുത്ത കൊച്ചിനെയാണ് വിളിക്കുന്നേ. പേരൊന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാം, പേര് കേട്ടില്ലായിരുന്നേ. എന്റെ പേര് വിനിത പോൾ. ഗിരിജ. വിനിത 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 പോൾ. വിനിത പോൾ. ഓ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാന് കലയപുരം CSA പള്ളിയിലെ അച്ഛന്റെ വൈഫാണ്. ഓക്കെ ശരി. അപ്പം ശുശ്രൂഷ തന്നെ ആണല്ലേ? ശുശ്രൂഷയിലാണ്. ഓക്കെ. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ എന്താ പറയുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ല, ഒരു മഹത്തരമായ പദവിയാണത്. അതെ, അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ LMS ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നുണ്ട്. ആണല്ലേ? നേഴ്സാണോ? ക്ലർക്കായിട്ട്. മക്കള് എത്ര പേരാ? മക്കള് 2 പേരുണ്ട്. ഒരു മോള് ഒരു മോന്. മൂത്ത മോള് അന്ന മൈത്രി പോൾ. അവള് ഡിഗ്രി സെക്കൻഡറി ലിറ്ററേച്ചറാണ്. രണ്ടാമത്തത് ജീവൻ പോൾ. അവൻ BSc കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഓക്കെ, വളരെ ബ്ലെസ്ഡ് ഫാമിലി. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ടല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്റെ വൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാട്ട് പാടുമല്ലോ അല്ലേ? എന്നാലും എനിക്ക് ഞാൻ പണ്ട് മുതൽ എല്ലാ പാട്ടുകളും ഏകദേശം കേൾക്കാറുണ്ട്. എങ്കിലും എന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പാട്ടെന്ന് പറയുന്നത് ഹലോ ഹലോ, കേൾക്കാമോ? മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. നല്ല വോയിസ് ആണ് എനിക്ക്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ഞാനിപ്പൊ പാടിയ പാട്ട് തന്നെ. ഇനിയും ഫലം തരാത്ത അത്തിമരം ഞാൻ, ഇനിയും നിനക്കായി പൂത്തിടാത്ത മുന്തിരിച്ചെടി ഞാൻ. ആ പാട്ട് എനിക്ക് ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ ഒരുപാട് തവണ ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുള്ളതാണ് പാട്ടാണ്. എന്റെ ഹൃദയത്തെ ഒത്തിരി ടച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഓ, ഭയങ്കര സ്വീറ്റ് വോയിസ്. അതായത് സംസാരിക്കുമ്പോഴും വളരെ സ്വീറ്റ് വോയിസ് ആയിട്ടല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് ആ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങള് നമ്മുടെ വിനിത ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ വേറൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശ ഗാനം പാടാം. ഈ പാട്ട് ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പഠിച്ചിട്ട് പാടുന്നതായിരിക്കും. കാരണം നമ്മള് അത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ പാടി അവതരിപ്പിച്ചല്ലേ. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും വരും എപ്പിസോഡിൽ അത് ആ പാട്ട് തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. അപ്പം വിനിത ചേച്ചിയും അച്ഛനെയും കുഞ്ഞുങ്ങളെല്ലാം ദൈവം വളരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണുക, വിളിക്കുക. ഓക്കെ, നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്. അപ്പൊ ഞങ്ങൾ പ്രിയ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. വിനിത ചേച്ചി വളരെ നല്ലൊരു സിംഗറാണ് അല്ലേ? വളരെ സ്വീറ്റ് വോയിസ്. ഞാൻ വിനിത ചേച്ചിയുടെ ആ സംസാരം കേട്ടപ്പോൾ അത്രയും വലിയ കുട്ടികളുണ്ടോ എന്ന്. ഈ എപ്പിസോഡിൽ വിളിക്കുന്നവരെല്ലാം സിംഗേഴ്സ് ആണല്ലോ. അതെ അതെ, അത്രയും വളരെ നല്ല മനോഹരമായിട്ട് പാടി. അപ്പം നമ്മൾ പ്രിയ ചേച്ചിക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായിരുന്നു. അതെ, വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പാട്ടാണ്. ഓക്കെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ.
പ്രത്യാശ നിർഭരമായ ഒരു ഗാനമായിരുന്നു അല്ലേ. എത്ര പരീക്ഷകൾ വന്നാലും വേദനകൾ വന്നാലും അങ്ങനെ വരാത്ത മനുഷ്യരില്ല. പരീക്ഷ കൊരിന്ത്യറിനകത്ത് പറയുന്ന എന്താ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത കിരീടം പ്രാപിക്കുന്നു. ഞാനതാ പറഞ്ഞ ആദ്യമേ ഈ ചേച്ചിക്ക് പറ്റിയ പാട്ടാന്ന് പറഞ്ഞത്. അതെ അതെ, കാരണം ആ ഒരു ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവർക്കറിയാം അവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മേഖലയാണ്. അപ്പം അവർക്ക് ആപ്റ്റായിട്ടുള്ളൊരു സോങ് ആണ് പാടുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ കോളേജിനെല്ലാം ആപ്റ്റായിട്ടുള്ള സോങ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിനി ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന് ശേഷം നമുക്ക് അടുത്ത കോളറിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാരാണ് സംസാരിക്കുന്നത്? അതെ, ഞാൻ തോമസ് ചെറിയാൻ പറഞ്ഞ ആളാണ്. തോമസ് ചെറിയാൻ. എവിടെ അങ്കിളുടെ വീട്? എവിടാണ്? സ്ഥലം എവിടാണ്? വീട് ഇത് ചെന്നിത്തല. ആ, നമ്മുടെ രമേശ് ചെന്നിത്തല അതെ അതെ, ഹരിപ്പാട് ആ ഏരിയയാണ് അല്ലേ? അല്ല, ഹരിപ്പാട്ടൊന്നും ഇനി കിഴക്കോട്ട് വന്നാട്ടെ. ഓ ശരി 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 ശരി. ഞങ്ങളല്ല ചെന്നിത്തല പഞ്ചായത്താണ്. ഓ ഓ ശരി ശരി. എന്റെ സുഹൃത്തോടാണ്. ചെന്നിത്തല. ഓ ശരി 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 ശരി. അങ്കിളെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ മോനെ ഇപ്പൊ ഞാൻ തന്നെ ഉള്ളൂ. മക്കളെല്ലാം വെളിയിലാണ്. ഓ ശരി. വൈഫ് മരിച്ചു പോയതാണ്. അങ്ങനെയാണ് എന്റെ ഹിസ്റ്ററി. അങ്കിളെ സുഖമായിട്ടിരിക്കുന്നു? ദൈവം സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാല് സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സ്വർഗവാണി എന്നുള്ള നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു അങ്കിളിന് ഇതിനകത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ആശ്വാസകരമാണ് അല്ലേ? ഞാൻ മോനോട് അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വളരെ ആശ്വാസമാണ്. വൈഫും ഇല്ലാത്തത് കൊണ്ട് അതും ഭയങ്കര ഒരു സന്തോഷമാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത്. ഓ ശരി, ഓക്കെ അങ്കിൾ. അപ്പൊ ഞങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും അങ്കിളിന് വേണ്ടി ഏത് പാട്ടാണ് പാടേണ്ടത്? കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത് എന്നുള്ള പാട്ട് അല്ലേ? ഇനി അങ്കിള് ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാ പാടാൻ പോന്നെ? അതിന്റെ ഞാൻ പാടണോ? അങ്കിൾ പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഞങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. ധൈര്യമായിട്ട് പാടിക്കോ. ഞാൻ എടുത്തു വെച്ച പാട്ട് ഞാൻ നോക്കട്ടെ. അല്ല, ഈ പാട്ട് തന്നെ പാടിക്കോ അങ്കിളെ. അങ്കിൾ പറഞ്ഞ പാട്ട് തന്നെ പാടിക്കോ. കരുതുന്നവൻ ഞാനല്ലേ, അതിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാടിക്കോ. അപ്പൊ ഞങ്ങൾ ഈ പാട്ട് ഞാൻ പാടാം. വേറെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. പാടിക്കോ. നമ്മുടെ കോളേജ് വെയിറ്റിംഗിലാണ്. അപ്പം പാടിക്കോ. പെട്ടെന്ന് പാടിക്കോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. മതിയോ മോനെ? മതി. മനോഹരമായിട്ട് പാടി. ഓക്കെ, താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും പാടാം. ഗോഡ് ബ്ലെസ് യു അങ്കിൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും ദൈവം നൽകട്ടെ. ഓക്കെ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ. നമ്മുടെ ജോസഫ് അങ്കിള് നല്ല ചാർജ് ആയിട്ട് വിളിച്ച് നമ്മുടെ ജോസഫ് അങ്കിളിന് വേണ്ടി നമുക്ക് അങ്കിള് പറഞ്ഞ ആ പാട്ട് തന്നെ നമ്മൾ ഈ പഴയ ആളുകളെ, പഴയ പ്രായമുള്ള ആളുകള് അവരുടെ ആ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കുളിർമ നമുക്ക്. എന്ത് ഫീൽ ചെയ്താണ് ആ പാട്ടൊക്കെ പാടുന്നത്? അതെ, അത് ആ രണ്ട് വരിയെ പാടിയുള്ളെങ്കിലും അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. പലപ്പോഴും ഇവർക്ക് സംഗീതത്തിന്റെ മാനദണ്ഡങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് ഭയങ്കര വല്ലാത്ത ഫീല് കിട്ടുന്നതാണ്. അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് കർത്താവിന്റെ അടുത്ത്. അവരുടെ കാര്യങ്ങളിലെല്ലാം അവർ വിശ്വസ്തരാണ്. അതിന് നമുക്ക് ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടതും അതാണ്. വിശ്വസ്തരായിരിക്കും അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് ആ ഒരു ഗാനത്തിന് കരുതുന്നവൻ ഞാനല്ലയോ
ആയിട്ടുള്ളൊരു സോങ്ങാണ്. കരുതുന്നവൻ കർത്താവല്ലയോ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തിന് കലങ്ങണം? അത് നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് അല്ലേ, പ്രത്യാശയാണ്. നമ്മൾ എന്ത് കാര്യത്തിന് ടെൻഷൻ അടിച്ചാലും വിഷമിക്കണ്ടല്ലേ. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ചർച്ചകളിലൊക്കെ ഇച്ചിരി ഫാസ്റ്റായിട്ട് പാടുന്ന പാട്ടാണ്. അതെ അതെ അതെ. പക്ഷെ നമ്മൾ ഇച്ചിരി സ്ലോയിൽ പാടിപ്പോൾ ഇച്ചിരൂടെ ഒരു എഫക്റ്റ് ഭയങ്കര. ഓക്കെ, നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കിയാലോ? ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഞാൻ ചെന്നൈയിലാണ്. എന്റെ പേര് ജിനു. ചെന്നൈ? അതെ. ഓക്കെ. ഓ, ചെന്നൈയിൽ ഒത്തിരി സന്തോഷം. ചെന്നൈയിൽ നിന്ന് വരെ നമ്മുടെ സ്വർഗവാണിക്ക് പ്രേക്ഷകരുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ബ്രദർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ വർക്കിംഗ് ആണ്, ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്കിംഗ് ആണ്. ആണല്ലേ? ഓക്കെ. ഫാമിലി എല്ലാം കൂടെ ഉണ്ടോ? ഉണ്ട്, ഫാമിലി ഉണ്ട്. ഓക്കെ. കുട്ടികളൊക്കെ എത്ര പേരാ? എനിക്ക് 2 പേരാണ്. ഒരാൾ 7 വയസ്സ്, ഒരാൾ 4 വയസ്സ്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഒത്തിരി സന്തോഷം ബ്രദർ ഇതിനകത്തോട്ട് വിളിച്ചത്. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ സ്ഥിരം കാണാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ജിനു ബ്രദറിന് ഒരു സോങ് പ്രതീക്ഷിക്കുന്ന, ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടിട്ട്. പ്രത്യേകിച്ച് തമിഴ് സോങ്. ചെന്നൈയിലായതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര തമിഴ് സോങ്ങിന്റെ ഭയങ്കര ഫാനാണ്. നമുക്ക് തമിഴ് സോങ്സ് അങ്ങനെ പരിചയമില്ല. ഞാൻ ഇപ്പോഴും കൂടുതൽ മലയാളം സോങ്സിന്റെ ഒരു ഇതാണ്. ഓ ശരി, കുഴപ്പമില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടിക്കോ. ഇല്ല, ഞാൻ പാടുന്നില്ല. എനിക്ക് വേണ്ടിയത് ഒരു കൊച്ചുകുഞ്ഞുദേശയുടെ ഏതെങ്കിലും ഒരു നല്ലൊരു സോങ്, ഏതെങ്കിലും ഒരു സോങ് മെൻഷൻ ചെയ്യാവോ? സാധു കൊച്ചുകുഞ്ഞുദേശ. അതെ. എന്റെ സമ്പത്തെന്നു ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് എനിക്ക്. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ. ഇതാണോ സാധു എന്നെ കൈവിടാതെ? സന്ധ്യത്തോളം ചിറകടിയിലെ വളരെ ഒരു പ്രത്യാശയുടെ ഒരു ഗാനമാണ്. നമുക്കത് കേൾക്കുമ്പോഴൊക്കെ. ഓക്കെ, എന്തായാലും നല്ല സജഷൻ കേട്ടോ, നല്ല സജഷൻ. അല്ല സോറി, ഞാൻ പറഞ്ഞത് ഈ തന്ന സജഷൻ നല്ലതെന്നാ പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടിയില്ലെങ്കിലും ആ തന്ന സോങ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പ്രത്യേകിച്ച് ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇച്ചിരി സന്തോഷമായി. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ബ്രദറിന് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ഗാനം പ്ലേ ചെയ്യുന്നതായിരിക്കും. വീണ്ടും വിളിക്കണം കേട്ടോ. വിളിക്കണം. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക, കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ ഓർക്കുക. ദൈവം എല്ലാ സമാധാനവും എല്ലാ ആശ്വാസവും നൽകട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും. നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ കുറച്ചുപേർക്ക് കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലും. ഒത്തിരി സന്തോഷം. അങ്ങനെ സോങ്സ് ഒക്കെ കാണുന്നു, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കുക കേട്ടോ. പുതിയ വർഷത്തിൽ ദൈവം ഒത്തിരി പുതിയ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ. ഓക്കെ, അടുത്ത കോളർ വെയിറ്റിംഗിലാണ് ബ്രദർ. അപ്പം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഇപ്പം വിളിച്ചത് നമ്മുടെ ചെന്നൈയിൽ നിന്നുള്ള ജിനു ബ്രദറാണ്. ചെന്നൈയിൽ നിന്നൊക്കെ ആൾക്കാർ അത്രത്തോളം ഇതിനെ ആക്സെപ്റ്റ്, നമ്മുടെ ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഓർത്തിട്ട് ഒത്തിരി സന്തോഷമല്ലേ. അദ്ദേഹം സജസ്റ്റ് ചെയ്ത പാട്ട് പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഇപ്പം തമിഴിലൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് തമിഴ് പാട്ടൊക്കെ ഒത്തിരി കേൾക്കുകയും ആസ്വദിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ അവിടെ നിന്നിട്ടും മലയാളം പഴയ സാധു കൊച്ചു കുഞ്ഞുദേശിയുടെ പാട്ടുകളൊക്കെ ഇത്രയധികം ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സാധു എന്നെ കൈവിടാതെ എന്നുള്ള ഗാനം. അതെ, അതിന്റെ ആ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ത്യത്തോളം ചിറകടിയിൽ, നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്ന വരികളാണത്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിനു ബ്രദറിന് വേണ്ടിയിട്ട് പാട്ട് ചില വരികൾ പാടും. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ
സാധു എന്നെ കൈവിടാതെ അല്ലേ, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അത് ചോദിച്ച ജിനു ബ്രദറിനും കുടുംബത്തിനും അത്രത്തോളം ആ പാട്ടുകളൊക്കെ അവരുടെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിക്കുന്നുണ്ട്. അല്ല, എത്ര ജനറേഷൻ കഴിഞ്ഞു വന്ന പാട്ടാണെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ആ ഒരു ഒളി മങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു കൂട്ടം പാട്ടുകളിൽ ഒന്നാണ് അത്, ആ ഒരു പാട്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് അടുത്ത കോളിലേക്ക്. ഓക്കെ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു ചേച്ചി. ഏതാ, ആരാ വിളിക്കുന്നേ? ഞാൻ കെസിയ, മാവേലിക്കരന്ന് വിളിക്കുന്നേ. മാവേലിക്കന്നല്ലേ? ഓക്കെ. കെസിയ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണോ? ഓക്കെ. വീട്ടിലൊക്കെ ഉണ്ട് കെസിയ? വീട്ടിലെ പപ്പ, അമ്മ, പിന്നെ ഒരു ബ്രദർ. ആണോ? നമ്മുടെ ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? ആ, സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. ആണല്ലേ? തീർച്ചയായിട്ടും. കെസിയ പിന്നെ ഡിഗ്രി ഏത് കോഴ്സായിരുന്നു ചെയ്തത്? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ ആണല്ലേ? ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. വീണ്ടും സ്വർഗവാണിയിലേക്ക് വിളിക്കുക. ഇന്ന് സജഷൻ ഉണ്ടോ പാട്ടിന്റെ കാര്യത്തിൽ? സജഷൻ ഒന്നുമില്ല, ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ. തീർച്ചയായിട്ടും കെസിയയ്ക്ക് വേണ്ടി ഞങ്ങൾ വളരെ മനോഹരമായിട്ടൊരു പാട്ട് പാടുന്നതായിരിക്കും. അത് എല്ലാവർക്കും, കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വീണ്ടും വിളിക്കുക. താങ്ക് യു. ശരി. ഇപ്പം വിളിച്ചത് മാവേലിക്കര എന്നുള്ള കെസിയാണ്. കെസിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. പക്ഷെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ഒരു പ്രേക്ഷകയാണ്. അപ്പം ഇഷ്ടമുള്ളൊരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. യുവർ ചോയ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കെസിയ ഫാമിലിക്ക് വേണ്ടി പാടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു തമിഴ് ഗാനമായാലോ? ഒരു തമിഴ് ഗാനത്തിന്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് ഗാനത്തിന്റെ 1-2 വരികൾ പാടാം. നമുക്ക് പാടാം. ഫേബിയന്റെ കൂടെ പാടുക. തീർച്ചയായും. மலை போல துன்பம் என்னை சூழும் போது அது பனி போல உருகிடு செய்பவரே. மலை போல துன்பம் என்னை சூழும் போது அது பனி போல உருகிடு செய்பவரே. கண்மணி போல காப்பவரே, உள்ளம் கையில் பொருது தன்னை நினைப்பவரே. கண்மணி போல காப்பவரே, உள்ளம் கையில் பொருது தன்னை நினைப்பவரே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி, தந்தை போல ஆற்றி, தோள் மீது சுமந்திடும் என்னேசையா. தாய் போல தேற்றி, தந்தை போல ஆற்றி, தோள் மீது சுமந்திடும் എന്നേസയ്യാ. എന്ത് അനുഗ്രഹിക്കപ്പെട്ട വരികളല്ലേ? അതെ. അതായത് എനിക്ക് എന്താ മല പോലെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും അതൊരു മഞ്ഞുപോലെ ഉരുകി മാറ്റുന്ന ദൈവമേ, കൺമണി പോലെ എന്നെ കാക്കുന്നവരെ, ഉള്ളം കയ്യിൽ, അതായത് ഉള്ളം കയ്യിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നവരെ. വർണ്ണിച്ചേക്കുന്ന ഒരു ഗാനമാണ്. അതുപരി നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മൾ പാടിയ തമിഴ് ഗാനം, നമ്മൾ ഇത്രയും മലയാളം സോങ്സ് പാടി, അപ്പോൾ അവർക്കും ഒരു കേൾക്കാനായിട്ടൊരു സന്തോഷമായിരിക്കും. കാരണം നമ്മുടെ പ്രേക്ഷകരിൽ തമിഴരും ഉണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് കേൾക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിളിച്ചു. അല്ലാതെ തന്നെ നമ്മുടെ ഈ മുൻ എപ്പിസോഡുകളിലൊക്കെ വിളിച്ച കുറേ ആൾക്കാരൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ഈ അനാഥരാണ്, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ഒറ്റപ്പെട്ടു പോയി, വൈഫ് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന, അല്ലെങ്കിൽ മക്കളാരുമില്ല കൂടെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെയുള്ള അവസ്ഥയിൽ വിളിക്കുന്ന ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസം. അതിൻ്റെ ഫസ്റ്റ് വരികളിങ്ങനെയാണ്, തായ് പോലെ തേറ്റി, തന്തൈ പോലെ ആറ്റി. വളരെ മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ നമ്മുടെ സ്വർഗവാണി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആശ്വാസം
പകരുന്നതായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനി വീണ്ടും ഇതേപോലെയുള്ള വളരെ നല്ല ഗാനങ്ങളുമായി സ്വർഗവാണി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.